താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. അവിട്ടം ചതയം നക്ഷത്രജാതർക്ക് 2025 മാർച്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ. നിയമസഹായം തേടേണ്ടതായ അവസ്ഥ വരും. മറ്റുള്ളവർക്ക് സാമ്പത്തിക സഹായം നൽകാൻ തയ്യാറാകും. അവിട്ടം ചതയം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം 1200 കുംഭം അവസാന പകുതി, മീനം പൂർണ്ണം, മേടം ആദ്യ പകുതി ചേർന്ന് 2025 മാർച്ച് ഏപ്രിൽ മാസഫലങ്ങൾ. കുംഭത്തിൽ അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കുവാൻ നിയമസഹായം തേടും. പരിസരവാസികളുടെ നിരന്തരമുള്ള ഉപദ്രവത്താൽ മാറി താമസിക്കേണ്ടതായ അവസ്ഥ പ്രതീക്ഷിക്കണം. സന്താനങ്ങൾക്ക് ഉപദേശം നൽകാൻ വിദഗ്ധരുടെ സഹായം തേടും. മീനമാസത്തിൽ നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ അപാകതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. അന്വേഷണ വിധേയനായി മാസങ്ങളോളം ഉദ്യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതായ സന്ദർഭം കൂടി മുന്നിലുണ്ട്. ചിരകാലാഭിലാഷമായ വിദേശ ഉദ്യോഗം ലഭിക്കുമെങ്കിലും സാമ്പത്തികമായ നേട്ടം കുറവായിരിക്കും. പ്രമുഖരുടെ ആപത് വചനങ്ങൾ പലപ്പോഴും പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സഹായിക്കും. യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാനും അത് നടപ്പിലാക്കുവാനും സാധിക്കുന്ന സമയം കൂടിയാണ്. മേടമാസത്തിൽ വ്യവസ്ഥകൾ പാലിക്കുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും. സുദീർഘമായ ചർച്ചകളാൽ വിദേശബന്ധമുള്ള വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുവാൻ തീരുമാനിക്കും. പഠിച്ചു വരുന്ന വിഷയം ഉപേക്ഷിച്ച് മറ്റൊരു പാഠ്യപദ്ധതിയിൽ ചേരും. ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ, വാഗ്ദാനങ്ങൾ തുടങ്ങിയവ പൂർത്തിയാക്കാൻ ശ്രമിക്കും. ചില രോഗങ്ങൾ അസ്വസ്ഥതപ്പെടുത്തിയെന്ന് വരാം. ചതയം നക്ഷത്രജാതർക്ക് കുംഭമാസത്തിൽ വാഹന ഉപയോഗത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമായിരിക്കും. ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായ സഹായം ചെയ്യാൻ ഇടവരും. ആഹാര പദാർത്ഥങ്ങളിലെ അപാകതകളാൽ ചില ശാരീരികമായ അവശതകൾ അനുഭവിക്കേണ്ടതായി വരാം. അസ്ഥിവാത നിർദോഷ രോഗങ്ങൾ അസ്വസ്ഥതപ്പെടുത്തും. ബന്ധുക്കളോടൊപ്പം പുണ്യതീർത്ത ഉല്ലാസയാത്രയ്ക്ക് അവസരമുണ്ടാകും. പാർശ്വഫലമുള്ള ഔഷധങ്ങൾ ഒഴിവാക്കി പ്രകൃതിദത്തമായ ജീവിത രീതി അവലംബിക്കും. മീനമാസത്തിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തതിനാൽ ബന്ധുക്കളും സ്വന്തക്കാരും വിരോധികളായി തീരുന്ന സമയമായിരിക്കും. വർഷങ്ങൾക്ക് ശേഷം സഹപാഠിയെ കാണാനും ഗതകാല സ്മരണകൾ പങ്കുവെക്കാനും അവസരമുണ്ടാകും. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും. സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി പുതിയ കർമ്മ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യാൻ സാധിക്കും. മേടമാസത്തിൽ ആദരണീയരായവരുടെ കൂട്ടത്തിൽ സ്ഥാനം ലഭിച്ചതിൽ ആത്മാഭിമാനം തോന്നും. സമചിത്തതയോടുകൂടിയ പ്രവർത്തന ശൈലി ലക്ഷ്യം നേടാൻ ഉപകരിക്കും. സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാൻ പുത്രന് അവസരം ലഭിച്ചതിനാൽ ആശ്വാസം തോന്നും. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശത്താൽ ഭൂമി ക്രയവിക്രയങ്ങളിൽ പണം മുടക്കും. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറും. ദൈവാധീനമുള്ള സമയമായതിനാൽ ക്ഷേത്രദർശനം ഉത്തമമാകും. ഭക്തിയാണ് ശക്തി. താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽബട്ടൺ അമർത്തു. എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.